വളരെ ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് ടാങ്കറിൻ കഫേ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം കൗടിയാറിൽ കൊണ്ടുവന്നതാണ്. ഫാൻസി ഒന്നും ഇല്ലാതെ സസ്റ്റൈനബിൾ എലിമെന്റ്സ് ആയ ബാംബു വെച്ചിട്ടുള്ള ഒരു ഷെയ്ഡ്സ് ഉണ്ടായി, ട്രാക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, സിലിണ്ടർ സ്പോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ഫിക്സറിന്റെയും പ്ലേസ്മെന്റ് ക്ലയന്റിന്റെ സപ്പോർട്ടോട് കൂടെയാണ് ചെയ്തത്. ദെൻ ആർക്കിടെക്ട് വന്നത് ആഫിയ എന്നൊരു ആർക്കിടെക്റ്റുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തത്. സോ ആർക്കിടെക്ടിന് വളരെ ക്ലിയർ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എവിടെ ലൈറ്റ് പ്ലേസ്മെന്റ് ഉണ്ടാവണമെന്ന്. ബിക്കോസ് ചില ഫിക്സേഴ്സ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, COB ലൈറ്റ്സിന് താഴെ തന്നെ ബാംബുവിന്റെ ഒരു ഷീറ്റ് വന്നപ്പോൾ ലൈറ്റ് കുറച്ച് ഡിഫ്യൂസ് ആവുകയും ചെയ്തു, എന്നാൽ വളരെ പ്രോപ്പറായിട്ട് ഇലുമിനേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ അധികം കണ്ണിലോട്ട് ലൈറ്റ് അടിക്കത്തുമില്ല, അഡിക്വേറ്റ് ആയിട്ടൊരു ലൈറ്റിംഗ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇതിന് വേറൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് എലിമെന്റ് ഇതിൻ്റെ പെയിന്റ് ഉണ്ടായിരുന്നു. നല്ലൊരു പെയിന്റ് കോമ്പിനേഷനും ലൈറ്റ് ഫിക്സറിന്റെ കളർ ടെമ്പറേച്ചർ 3000 കെൽവിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ കാണുമ്പോൾ ഏകദേശം ഒരു 4500 കെൽവിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം പെയിന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫർണിച്ചർ പ്ലേസ്മെന്റും ആ ഫർണിച്ചേഴ്സിന്റെ കളറും എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് എലിമെന്റ് ആയിരുന്നു. വളരെ മിനിമൽ ഫിക്സേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്നത് എക്സ്ട്രാ ഓർഡിനറി ഔട്ട്പുട്ടായിട്ട് വന്നു. ഇതിനകത്ത് ഓരോ ഹാങ്ങിങ് ഷെയ്ഡ്സ് ആയാലും ശരി, കോവ് ലൈറ്റ് വന്നിട്ടുണ്ട്, പ്ലാന്റ്സിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഒരു ലൈറ്റിംഗ് ഡിസൈൻ സ്റ്റേജ് തൊട്ട് എക്സിക്യൂഷൻ വളരെ സ്മൂത്ത് ട്രാൻസിഷൻ ആയിരുന്നു. ഹാർഡ്ലി ലൈക്ക് ഇറ്റ് ടു 3 to 5 days. പക്ഷേ ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ വാസ് എക്സാക്ട്ലി വാട്ട് എവർ ക്ലയൻറ്റ് ഇൻറ്റൻറ്റ് ചെയ്തിട്ടുണ്ടോ അത് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും.